ശ്രീ സജിമോൻ ആന്റണി, ഇത് ട്രംപിന്റെ ഒരു സ്ഥിരം വിലപേശൽ തന്ത്രം മാത്രമാണോ? ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ അതിന് വേറൊരു ആൻസറാണ്. ഈ ഒരു രാജ്യത്തിന്റെ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അമേരിക്ക ട്രംപ് പോളിസി ഉണ്ടാക്കുമ്പോൾ ഒബിയസ്ലി അത് ഇന്ത്യയെ ഫേവർ ചെയ്യാനോ അല്ലെങ്കിൽ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ മറ്റ് ചൈനയോ അവർക്ക് ഒരു ഫേവർ ആയിരിക്കുന്നില്ല ഒരിക്കലും. ട്രംപിന്റെ പ്രൈമറി ജോബ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജോബ് എങ്ങനെ സേവ് ചെയ്യാം, ഇവിടുത്തെ ഇക്കണോമി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ H-1Bയിലും പല പോളിസികളും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ വ്യവസ്ഥകളിലും ഒക്കെ കുറേയൊക്കെ ഒരു അബ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് തടയിടുക എന്നുള്ളത് ഒരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തേത്, ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ജോലി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഈ സ്കൂൾ കോളേജ് കഴിഞ്ഞ് വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനും IT മേഖലകൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജോലി ഇല്ല എന്നുള്ള കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഇന്ത്യക്കാരല്ല ചൈനക്കാരല്ല വിയറ്റ്നാമീസ് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രവണത വരുന്നുണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. എന്നാൽ അങ്ങനെ റീപ്ലേസ് ചെയ്ത് വരുന്നവരൊന്നും അമേരിക്കക്കാരുടെ ഔദാര്യത്തിനുമല്ല എന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഒരു ആരെങ്കിലും ഒരു H-1Bയോ ഏതെങ്കിലും രീതിയിൽ ഇമിഗ്രേഷൻ ആയിട്ട് വരുന്ന ആൾക്കാർ ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദിസ്. ഇവിടെയുള്ള ഇക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ടാക്സുകൾ പേ ചെയ്യുന്നുണ്ട്, ഇവിടെ അവർ സ്വത്തുക്കൾ സ്വന്തമാക്കി വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടുത്തെ ഇക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള പൊളിറ്റിക്കൽ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫൈറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആർഗ്യുമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം എപ്പോഴും അതിനകത്തൊരു വിന്നറോ ലൂസറോ ഇല്ല, രണ്ടുപേരും ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വേ ട്രംപ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ട്രംപ് ഇന്ന് രാത്രിയിൽ ഒരു ട്വീറ്റ് ചെയ്യും, ഇതാണ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പലപ്പോഴും ഇപ്പൊ ഈ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ H-1B ഇഷ്യൂ വന്നു. ആദ്യം പറഞ്ഞു 100,000 പെർ ആപ്ലിക്കന്റ് ആണോ, പെർ കമ്പനി ആണോ, പെർ ഫയലിംഗ് ആണോ, പെർ ഇയർ ആണോ, അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാം. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റിനകത്തുന്നതിന് ഏകദേശം 40ഓളം ടെക്കികൾ ആ ഫ്ലൈറ്റ് നിർത്തി അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സിറ്റുവേഷൻ ഒരു പാനിക് ആകുന്നു. കാരണം നമ്മൾ അവരുടെ ഷൂലേക്ക് നിട്ടു നോക്കും നമ്മളെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഐ ഹാവ് നോ ആൻസർ. അത് ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രസിഡന്റിന്റെ പോളിസി ഇംപ്ലിമെന്റേഷന്റെ ലാക്നെസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഇത് പോവേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്.